ഹായ് മക്കളെ, അങ്ങനെ 5-ാം തീയതി മുതലായിട്ട് നമ്മുടെ കീമിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും അതേപോലെ തന്നെ ബി ഫാമിനും വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാം 5-ാം തീയതി മുതൽ കേരളത്തിൽ നടക്കാൻ പോവാണ്. എനിക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് സെൻറ്റർ അടുത്ത് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടെ എന്താണ്, നമ്മളെ സംബന്ധിച്ച് നിർബന്ധമായും എക്സാം എഴുതണം. നമ്മളെ കൊണ്ടാവുന്ന മാക്സിമം സ്കോറിലേക്ക്, മാക്സിമം റാങ്കിലേക്ക് നമുക്ക് എത്തുകയും വേണം. ആ ഒരു രീതിയിൽ നോക്കുമ്പം ഈ അവസാനത്തെ 3 ദിവസങ്ങൾ, അതായത് ജൂൺ 2, 3, 4 തീയതികളിൽ, പിന്നെ CBT എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ 8-ാം തീയതി 9-ാം തീയതിയാണ് എക്സാം എങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ അധികം ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ കൂടി എല്ലാവരും കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ 3 ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാണ്, ഈ വീഡിയോയിൽ ഒരു രീതിയിലുള്ള ഫാൾസ് ഹോപ്പ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ ഈ 3 ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കിലെ ടോപ്പ് കോളേജിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ വെറും പോയി വാഗ്ദാനങ്ങൾ തന്നെയാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം. അതേപോലെ തന്നെ കീമ്, നീറ്റ് പോലത്തെ എക്സാമ്പിൾക്ക് അത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറയാം. പക്ഷേ ഈ അവസാനത്തെ ദിവസങ്ങളിൽ ഓരോരുത്തരും എന്ത് സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത്? അതായത് എനിക്കറിയാം ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ 1-1.5 മാസമായിട്ട് അല്ലെങ്കിൽ 2 മാസത്തോളമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്രാഷിലൊക്കെ ഉള്ള യൂസേജ് ഡാറ്റയൊക്കെ നോക്കുകയാണ്, ഒത്തിരി കുട്ടികൾ ഫുൾ ചാപ്റ്ററും കണ്ടു തീർത്തതായിട്ടൊക്കെ എനിക്ക് കാണുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുത്ത 3 ദിവസങ്ങളിലായിട്ട് ചെയ്യേണ്ടത്, ഒന്നാമത്തെ പാഠം മുതൽ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് നോക്കുക, ഇക്വേഷൻസ് ഒക്കെ ഒന്നും കൂടെ നോക്കുക. ഒരു പാഠത്തിൽ നിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഇഷ്ടമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചെയ്ത് നോക്കിയിട്ട് ഓരോ പാഠവും ഇങ്ങനെ ടിക്കിട്ട് പോവാന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതേ സ്ഥാനത്ത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞില്ല സാർ, ഒരു 20-25 പാഠമേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ തീരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, വെറുതെ എഴുതി നോക്കാന്നുള്ള രീതിയിൽ എഴുതണം എന്നുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഈ 3 ദിവസം കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മോശമല്ലാത്ത ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫീസ് ഉണ്ടാവില്ല എന്നത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റൽ ഫീസൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആൻഡ് ചില കോളേജുകളിലൊക്കെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവും, ഓർ ആ ഒരു സർട്ടിഫിക്കറ്റിന് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ടാവും. ആ കോളേജുകളിലെത്താൻ ഈ 3 ദിവസങ്ങൾ സ്ട്രാറ്റജിക്കലി പഠിച്ച്, എന്താ സ്ട്രാറ്റജിക്കലി പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പാഠവും പഠിച്ചു തീർക്കുക, ലാസ്റ്റ് അവസാന നിമിഷം മുഴുവൻ പാഠങ്ങളും പഠിച്ചു തീർക്കുക, ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനത്തെ പരിപാടികളൊന്നും വർക്ക് ചെയ്യൂല. പകരം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പല പാഠങ്ങളിൽ നിന്നും പല വർഷങ്ങളിലായിട്ട് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ച ചില ടോപ്പിക്കുകളുണ്ട്. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, മുഴുവൻ നമ്മളൊന്ന് ചെയ്ത് നോക്കുക, വർക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളൊരു 100 ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ അതിലെന്താ പറയുക, ഒരു 10-20 ചോദ്യങ്ങൾ, അങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അപ്പം ആ ചോദ്യങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് എജ്യൂപോർട്ടിൻ്റെ ഈ 3 ദിവസത്തെ അൾട്ടിമേറ്റ് മാരത്തോണിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മക്കളെ, ജൂൺ 2-ാം തീയതി നമ്മൾ +1 ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ ഷുവർ ക്വസ്റ്റ്യൻ. ഈ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പല പാഠത്തിലെയും എല്ലാ ടോപ്പിക്കുകളൊന്നും കവർ ചെയ്ത് പോകുക, അങ്ങനത്തെ ഒരു പരിപാടി അതില്ല. ചില പാഠങ്ങൾ തന്നെ നമ്മൾ ഒമിറ്റ് ചെയ്യും. എടാ ഈ പാഠത്ത് നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ഇതിന് നല്ല ടഫ് ക്വസ്റ്റ്യൻസാണ് വരിക എന്നുള്ള രീതിയിൽ അടക്കം നമ്മൾ ഒമിറ്റ് ചെയ്യും. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ഈ ജൂൺ 2-ാം തീയതി നമ്മൾ എന്താണ്, +1 മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ തീർക്കും. ആൻഡ് അതിൻ്റെ ഷെഡ്യൂള് ഇപ്രകാരമാണ് പോവുക. രാവിലെ 9 മണി മുതൽ 1 മണി വരെ മാത്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. 2 മണി മുതൽ 6 മണി വരെ നമ്മൾ ഫിസിക്സ് ചെയ്യും. ആൻഡ് 7 മണി മുതൽ 11 മണി വരെ കെമിസ്ട്രി ചെയ്യും. ആൻഡ് ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേ സ്ഥാനത്ത് ഏറ്റവും എളുപ്പത്തിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ജൂൺ 3-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യും, +2 മുഴുവൻ ടോപ്പിക്കുകളും ഈ പറയുന്ന ഷെഡ്യൂൾ പോലെ രാവിലെ 9 മണിക്ക് ഫിസിക്സ് ആണ്, പിന്നെ 2 മണിക്ക് മാത്സ് ആണ്, ആൻഡ് 7 മണിക്ക് കെമിസ്ട്രി ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജൂൺ 4-ാം തീയതി നമ്മൾ ഈ എല്ലാ സബ്ജക്റ്റുകളും ഒരിക്കൽ കൂടെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണിയായിട്ടൊരു ഫുൾ മാരത്തോൺ ചെയ്യും. അതായത് ഏകദേശം ഈ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ 1000-ഓളം ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
ആൻഡ് ആ ചോദ്യങ്ങളിൽ വരുന്നത് അതേ ടൈപ്പൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണേ. നിങ്ങൾ വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്, നോട്ട്ബുക്കും പെന്നും തയ്യാറെടുത്ത് വെച്ചിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ഇതൊന്നും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ആൻഡ് എനിക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് 5-ാം തീയതി അല്ല എക്സാം വരുന്നത്, 7-നും 8-നും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലൈവുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവിസിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ദിവസങ്ങളിലേക്കായിട്ട്. അതായത് നിങ്ങൾക്ക് ഈ അവസാന ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യം ഈ ലൈവ് കാണുക എന്നുള്ളതാണ്. പ്രൊവൈഡഡ് നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ കുട്ടികളല്ലെങ്കിൽ, പഠിച്ച് തീരാത്ത കുട്ടികളാണെങ്കിലും, ജസ്റ്റ് പഠിച്ചു തുടങ്ങിയാണെങ്കിലും, ഒന്നും തുടങ്ങാത്തവരൊക്കെ ആണെങ്കിലും ഈ ലൈവുകൾ കൃത്യമായി കണ്ടിട്ട് നിങ്ങൾ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, മനസ്സിലാവാത്ത ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അടുത്ത നിങ്ങളുടെ കീം എക്സാം വരെ ഈ ചാനലിൽ തന്നെ അങ്ങോട്ട് പെറ്റ് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. എസ്പെഷ്യലി കീമിന് നിങ്ങളുടെ +2 മാർക്കും കൂടെ പരിഗണിക്കുന്നതാണ്. +2 നല്ല മാർക്കുള്ള കുട്ടികൾക്കൊക്കെ കമ്പാരിറ്റീവ്ലി നല്ല കോളേജുകൾ കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഈ 3 ദിവസത്തെ ക്ലാസ് അത് നിങ്ങൾ 4, 5, 6 ദിവസം എടുത്ത് കണ്ടോ, പക്ഷെ അവസാനം വരെ കണ്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ബൈ.